ഹലോ, നമ്മളിന്ന് പ്രഗ്നൻസിയിൽ വരുന്ന ഹൈപ്പർ ടെൻസീവ് കണ്ടീഷൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? അത് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസും കൊണ്ടാണ്. പ്രഗ്നൻസിയിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരാം. ഗർഭാവസ്ഥയിലാവാം, പ്രസവ സമയത്തോ അത് കഴിഞ്ഞിട്ടുള്ള സമയത്തോ നമുക്ക് പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ വരാവുന്നതാണ്. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അമ്മയുടെ ഏത് ശരീരാവയവത്തെ വേണമെങ്കിലും ബാധിക്കാവുന്നതുകൊണ്ട് തന്നെയാണ് അത് ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. നമുക്ക് ഈസി ആയിട്ട് എല്ലാ ആൻറ്റിനേറ്റൽ ചെക്കപ്സിലും ബി പി നോക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബി പി കൂടിയാൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പോസിബിലിറ്റി കുറയ്ക്കാൻ പറ്റുന്നത്? കറക്റ്റായിട്ടുള്ള ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലറായിട്ട് ഹെൽത്തി ഡയറ്റ് കഴിക്കുക, എന്തെങ്കിലും ഒരു എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക, സ്ട്രെസ് ലെവൽസ് കഴിവതും പ്രഗ്നൻസിയിൽ കുറച്ച് വയ്ക്കുക. ഇത് ഇത്രയാണ് അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ ചെയ്താലും ചില സമയത്ത് പ്രഗ്നൻസിയിൽ ബി പി കൂടുതലായിട്ട് വരും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ മെഡിസിൻസ് വേണ്ടി വരും. അത് ഡോക്ടർ പറയുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് കഴിക്കുക, എല്ലാ ആൻറ്റിനേറ്റൽ ചെക്കപ്സും റെഗുലറായിട്ട് എടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഹെൽത്തി പ്രഗ്നൻസിയും ചൈൽഡ് ബർത്തും പോസിബിളാണ്. ഇനി ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു തലവേദനയോ ഭയങ്കരമായിട്ടുള്ള ഛർദി അല്ലെങ്കിൽ നോസിയ വരുന്നു, വയറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സിവിയർ ആയിട്ടുള്ള വേദന വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറെയോ ഏതൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെയോ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള മെഡിസിൻസും റെഗുലർ ആയിട്ടുള്ള ചെക്കപ്സും കൊണ്ട് നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ എല്ലാ കോംപ്ലിക്കേഷൻസിനെയും ഓവർകം ചെയ്ത് ഒരു ഹാപ്പി മദറോടും ഹാപ്പി ചൈൽഡ് ബർത്തും പോസിബിളാണ്. താങ്ക് യു.